അപ്പോൾ ഈ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയാണ്, ഈ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബിടെക് ഓർ ഡിപ്ലോമ പഠിച്ചിറങ്ങിയ പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ സമയം അത്ര നന്നായില്ല, നമുക്ക് വലിയ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പല അവസരങ്ങളും ഇതിന് മുന്നേ പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്കാണ് കിട്ടിയത്. പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പാസ്സായവർ പറയും എല്ലാ എക്സാംസുകളും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി അങ്ങനെ കാര്യമായിട്ട് എക്സാംസുകളൊന്നും വരാനില്ല എന്ന് തുടങ്ങിയിട്ട് ആ ഒരു എന്താ പറയുക, ഒരു പരിഭവം പറച്ചിൽ എല്ലാ കാലഘട്ടത്തിലും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ശരിയാണെന്ന് പറയാം. നമ്മൾ പ്രത്യേകിച്ച് കേരള PSCയിലൊക്കെ നോക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ അത് ശരിയായിരുന്നു കാണാൻ സാധിക്കും. ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ എക്സാം വീണ്ടും വിളിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി, നിങ്ങൾക്കറിയാം. ഓൾറെഡി നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല എക്സാംസുകൾ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിൽ റെയിൽവേ എക്സാംസ് ഒക്കെ മുമ്പ് 6-7 വർഷം കഴിഞ്ഞിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇയർലി ആക്കിയിട്ടുണ്ട്. SSC JEE ഇയർലി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാംസുകൾ ഇയർലി ആക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷേ വേക്കൻസി ഒക്കെ കുറച്ച് കുറയാൻ മതിയാവും. അതായത് 6 വർഷം 7 വർഷത്തിനൊക്കെ ശേഷം എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴും ഇയർലി എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴും വേക്കൻസി ഒക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ RRB JEE കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, SSC JEE കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ എൻട്രി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ ഒരു 1 ഇയറിനുള്ളിലായിട്ട് ഒരുപാട് PSU ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ബ്രാഞ്ചസിൽ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും എല്ലാ ബ്രാഞ്ചസിലും ഒരുപാട് PSU ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ PSU ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാത്തതും, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ അത് അപ്ലൈ ചെയ്യാത്തതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം എക്സാംസുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതൊന്ന് വന്നു, ഇതിൽ കുറച്ച് വേക്കൻസി ഉള്ളൂ, ഇത് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്താഗതിയാണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. ഇതേ ട്രെൻഡ് തന്നെയായിരുന്നു മുമ്പ് RRBയുടെ ജൂനിയർ എഞ്ചിനീയറിനൊക്കെ. കാരണം RRB ജൂനിയർ എഞ്ചിനീയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്ന സമയത്താണ് അത് മനസ്സിലാവുക. കാരണം നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അത്തരം ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ മുൻകാലങ്ങളിൽ തന്നെ RRB പോലുള്ള എക്സാംസുകൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആളുകൾ RRB JEE എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ നല്ല റിസൾട്ട് പല ഭാഗത്തും വരുന്നുണ്ട്. ഇപ്പോൾ എൻട്രിയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ 25ഓളം ഉദ്യോഗാർത്ഥികൾ, അതിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ALP എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാംസിലും എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതേപോലെ വരുന്ന ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ആ വേർഡ് കൃത്യമായിട്ട് തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെ പറയുന്നത് ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റിയാണ് PSUസിൽ വരുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട് പല തുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഈ PSUസുകൾ ഓരോന്നായിട്ട് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ അതിലൊക്കെ വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് വലിയ നമ്പർ ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് PSU ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മാത്രം എടുക്കുക എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ 3000-നൊക്കെ മുകളിലുള്ള നമ്പേഴ്സിലേക്ക് PSU ഓപ്പർച്യൂണിറ്റീസ് ഓരോ വർഷവും കടന്നു പോകാറുണ്ട്. PSUസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് PSUവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നതും അത് തന്നെയായിരിക്കും. ഒരു PSU കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഈ ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു PSU ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ച ഒരാളായിരുന്നത്. PSU എന്ന് പറയുന്നത് ഗേറ്റിലൂടെ മാത്രം എന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത്. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ഗേറ്റ് ത്രൂ അല്ല എന്ത് ചെയ്യുന്നത് PSU റിക്രൂട്ട്മെന്റ്. തീർച്ചയായും ഗേറ്റ് ത്രൂ ഉണ്ട്. ഗേറ്റ് ത്രൂ അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് PSUസുകൾ, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ PSUസുകളുടെ പിക്ചർ കാണുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് അറ്റോമിക് റിസർച്ച് സെൻറ്റർ, അതേപോലെ ONGC, സെയിൽ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ DRDO, അതേപോലെ തന്നെ ബെല്ല്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, അങ്ങനെ ഒരുപാട് പവർ ഗ്രിഡ് എന്ന് തുടങ്ങി ഒട്ടനേകം PSUസുകൾ. ഞാൻ എല്ലാം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാ PSUസും ഒന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PSUസുകൾ മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത അറിയോ, ഇതൊന്നും എന്തല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളല്ല, ഇതൊക്കെ ഗവൺമെന്റ് അണ്ടർടേക്കിങ്സ് ആണ്. അതായത് PSUസുകളെ കുറിച്ചും പല ആളുകൾക്കും ഒരു അജ്ഞത ഉണ്ട്. എന്താണ് ഈ PSU എന്ന് പറയുന്നത്? ഇപ്പോൾ PSU കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം KSRTC. ഇപ്പോൾ KSRTC എന്ന് പറഞ്ഞാൽ എന്താണ്, കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണ് KSRTC എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ KSEB എന്ന് പറയുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണ്. അപ്പോൾ
KCBയിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാരാണ്? അയാൾ നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും അയാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ? അല്ല. കാരണം ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള KCBയിലെ ജീവനക്കാരനാണ്. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു ക്ലർക്ക് നോക്കാം, അയാൾ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ കാണാൻ പറ്റും. എന്നാൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ബോർഡിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് KCBയിൽ വരുന്നത്. അപ്പോൾ KCB എന്ത് തന്നെയാണ്? KCBയും അത് ഗവൺമെന്റ് പോലെ തന്നെയാണ്, യാതൊരു മാറ്റവും. കാരണം ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ആ KCB നിലനിൽക്കില്ലേ. അതായത് അത്തരം ബോർഡുകളൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരാൻ പോകുന്നില്ല. KCB ഒക്കെ KSRTCയിലൊക്കെ മുമ്പ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഓർഗനൈസേഷൻസ് ഒക്കെ ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് ഗവൺമെന്റ് ജോലി പോലെ തന്നെ കാണാം. അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ബോഡീസ് ആണ് ഇവർ ഓരോരുത്തരും. ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗവൺമെന്റ് പോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. എന്ന് മാത്രമല്ല, ഏറ്റവും മികച്ച സാലറി, അതായത് ഇതിലെ പല PSUs നമ്മൾ നോക്കുകയാണെങ്കിൽ 10 മുതൽ 20 ലക്ഷം വരെയൊക്കെയാണ് ആനുവൽ CTC ആയിട്ട് വരുന്നത്. അത്രയും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഒന്ന് ആലോചിച്ചേ, ഏതെങ്കിലും ഒരു സർക്കാർ ജോലി നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇത്രയും ഉയർന്ന സാലറിയിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ സാലറി കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം PSUsകളുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഇതെല്ലാം ശരിക്കും ഇത്തരം എക്സാംസുകൾക്കൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഓരോന്നിനും വേണ്ടി പഠിക്കേണ്ടി വരും. അപ്പോൾ ബാർക്കിന് വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ DRDOക്ക് വേണ്ടി പഠിക്കുക, NTPCക്ക് വേണ്ടി പഠിക്കുക, ബെല്ലിന് വേണ്ടി പഠിക്കുക. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ബെല്ലിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ബെല്ലിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കാം. ഈ ബെല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് 2 മാസത്തിനുള്ളിലായിരിക്കും. ഒരു 60 ദിവസം എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ടൈമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 മാസം കൊണ്ട് പഠിച്ചാൽ തീരുന്ന ടോപ്പിക് അല്ല ഉണ്ടാവുക. അത് കഴിഞ്ഞ് ആ 2 മാസം കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ നേരെ HALൻ്റെ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ പഠിച്ചു തുടങ്ങുമ്പോൾ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ബെല്ലിന് പഠിച്ച ഒരാളാണെങ്കിൽ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് HALൻ്റെ ടോപ്പിക് എത്തുമ്പോൾക്ക്, HALൻ്റെ നോട്ടിഫിക്കേഷൻ ആകുമ്പോൾക്ക് കുറച്ചുകൂടി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും പഠിച്ച് ചിലപ്പം കിട്ടിയില്ലെങ്കിലായിരിക്കും തൊട്ടടുത്ത് പിന്നെ NTPCയുടെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോഴേക്കും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിച്ചാൽ, ഇപ്പോൾ ഇതിൽ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSL. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഇതും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു PSU തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് PSUsകൾ നമുക്ക് മുന്നിലുണ്ട്. എല്ലാ PSUsകളുടെ അവസരം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ RRB ജൂനിയർ എഞ്ചിനീയർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ കാട്ടിലേക്ക് എത്രയോ മടങ്ങ് വേക്കൻസി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഹിഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള PSUsകളും അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ നോക്കാം. അതായത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് ISROയിലൊക്കെ ഒരു സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുക എന്നുള്ളത്. ISRO എന്ന് പറയുന്നത്, ISROൻ്റെ എക്സാംസ് എന്ത് ചെയ്യാറുണ്ട്, ISRO ഡയറക്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്, ത്രൂ ഗേറ്റ് അല്ലാതെ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ISROയിലുള്ള പോസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ ബാർക്കിൽ വരുന്ന പോസ്റ്റുകളുണ്ട്. അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ, അതേപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ, ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300, 350 വേക്കൻസി, 250, 300 മുകളിൽ വേക്കൻസീസ് വരാറുണ്ട്. DRDOയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, 400 to 700 പോസ്റ്റ്. ഇനിയിപ്പോൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ DRDOയിൽ സെപ്റ്റത്തിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ 764 നോട്ടിഫിക്കേഷൻ, അത് ഡിപ്ലോമ ഓർ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ്. അതുപോലെ HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ 150 മുതൽ 250 വരെ ഒഴിവുകൾ വരാറുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ 150 to 300 ഉണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ 300-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ദെൻ ECIL മോഡറേറ്റ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. DFCCIL 500+ വന്നിട്ടുണ്ട്. അതേപോലെ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ വന്നിട്ടുണ്ട് വേക്കൻസീസ്. അതൊക്കെ വേരി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ എക്സാക്ട് വേക്കൻസി കൊടുക്കാത്തത്. NIELITയിൽ അത്യാവശ്യം നല്ല ഹൈ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സാം പ്ലസ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇതൊക്കെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ആണ്, അതായത് നോട്ടിഫിക്കേഷൻ പീരീഡ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ജനുവരി മുതൽ ഓൾമോസ്റ്റ് ഇയർ എൻഡ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നോട്ടിഫിക്കേഷൻ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം എക്സാംസുകൾക്ക് വേണ്ടി വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾക്കൊരു PSU ക്രാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, പല PSUsകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ ഫ്യൂ മന്ത്സ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സോ അത്തരം സിറ്റുവേഷനിൽ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ. ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ആൻഡ് സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ജനറൽ രീതി എന്ന് പറയുന്നത്, ഇതിൽ ടെക്നിക്കൽ പോർഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ പോർഷൻസ് വരുന്നുണ്ടാവും. അത് കൂടാണ്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ടാവും, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ് വരുന്നുണ്ടാവും,
കറണ്ട് അഫയേഴ്സ് ഓർ GK വരുന്നുണ്ടാവും, ഇന്റർവ്യൂ വരുന്നുണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ സ്റ്റേജസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക് ലെവലിൽ തന്നെയായിരിക്കും. ഒരിക്കലും ഗേറ്റ് ലെവലിലുള്ള ടോപ്പിക് ഒന്നും അല്ല ഇവിടെ എന്ത് ചെയ്യുന്നത് എക്സാംസിന് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയാണ്, ഈ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 2026 ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നോൺ ഗേറ്റ് ആയിട്ട് വരുന്ന പോസ്റ്റുകളാണ്, ഗേറ്റിലൂടെയും വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ എക്സാം ആണ്, അതിന് വേണ്ടി അത് മാത്രമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ ഇവിടെ ആകുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷേ നിങ്ങൾ RRBക്ക് പഠിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാംസിന് പഠിക്കുന്ന ആളാണെങ്കിലും കുറച്ച് സമയം ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PSUവിൽ ഒരു ഗ്ലാമറസ് പോസ്റ്റിൽ 20 ലക്ഷം, അതായത് 10 മുതൽ 20 ലക്ഷം വരെ സാലറി ഉള്ള ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ PSU ബാച്ചുകൾ, നമ്മുടെ PSU ബാച്ച് എന്ന് പറയുമ്പോൾ ഇന്ന ബാച്ച് എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ DRDO ബാച്ചെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബാർക്ക് ബാച്ച് എന്നോ അങ്ങനെ ഒന്നാലും പറഞ്ഞില്ല, PSU ബാച്ചസിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ PSU ബാച്ച് എന്ന് പറയുന്നത് എല്ലാ PSUകളും ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രിയുടെ PSU ബാച്ചുകളിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നിങ്ങൾ ഏത് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഡെയിലി കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും മികച്ച റിസൾട്ട് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. 2026 നിങ്ങളുടേതാകട്ടെ. അപ്പോൾ എൻട്രിയുടെ HU ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എൻട്രിയുടെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് മികച്ച ഓഫർ പ്രൈസിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ PSU ബാച്ചിലും ഇപ്പോൾ നിലവിൽ മികച്ച ഓഫറിൽ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ PSU ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.